എഴുന്നേൽപ്പിൻ, അനീതിക്കെതിരെ പോരാടിൻ എന്ന വാഗ്ബടാനന്ദൻ്റെ വാക്യം കൂടെ കൊണ്ടു നടന്ന ജീവിതമാണ് അഴീക്കോട് നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാവരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനായത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റാരേക്കാളും കേരളീയ സമൂഹത്തിന് സ്വീകാര്യനായത്. തത്വമസി, അത് നീ തന്നെയാണ്. വെളിച്ചം, പ്രഭാതകിരണത്തിനും മുമ്പേ തെളിഞ്ഞ വെളിച്ചം. വെളിച്ചം, പ്രഭാതകിരണത്തിനും മുമ്പേ തെളിഞ്ഞ വെളിച്ചം. എങ്കിലും ഉണരണം, ഉദിക്കണം പ്രഭാത സൂര്യൻ. ആയിരത്തി 1926 മെയ് 12 സുകുമാരൻ ഭൂജാതനായി. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് സുകുമാർ അഴീക്കോട്. സാമൂഹ്യ നവോത്ഥാനം, ജനാധിപത്യം, മതേതരത്വം, ദേശീയത തുടങ്ങി അദ്ദേഹം ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ നിക്ഷേപങ്ങളാണ്. മംഗലാപുരം സെൻറ് ആഗ്നസ് കോളേജിൽ മലയാള വിഭാഗത്തിലെ പ്രശസ്തനായ അധ്യാപകൻ പനങ്കാവിൽ ദാമോദരൻ്റെയും മാധവിയമ്മയുടെയും പുത്രനാണ് സുകുമാരൻ. സുകുമാർ അഴീക്കോടിനെ ഏറ്റവുമധികം സ്വാധീനിച്ച വ്യക്തി മഹാത്മാഗാന്ധിയാണ്. മലബാറിൽ അലയടിച്ചുയർന്ന സ്വാതന്ത്ര്യ സമരാഗ്നിയാൽ സ്വാധീനിക്കപ്പെട്ട അഴീക്കോട് യൗവനാരംഭത്തിൽ വാർധയിൽ ചെന്ന് ഗാന്ധിജിയെ കാണുകയുണ്ടായി. 1930 ഉപ്പു സത്യാഗ്രഹം ഇന്ത്യൻ ജനത ഏറ്റെടുത്തപ്പോൾ അഴീക്കോടിന് 4 വയസ്സായിരുന്നു. ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം നേടിയ 1947 അദ്ദേഹത്തിന് 21 വയസ്സും. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രവീണനായ സുകുമാർ അഴീക്കോട് മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തു. ചിറക്കൽ രാജാ സ്കൂൾ, മംഗലാപുരം സെൻറ് അലോഷ്യസ് കോളേജ്, കോഴിക്കോട് ദേവഗിരി കോളേജ്, മൂത്തകുന്നം ട്രെയിനിങ് കോളേജ്, കാലിക്കറ്റ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് പ്രശസ്തമായ സേവനമനുഷ്ഠിച്ചു. നീണ്ട 38 വർഷം. മൂത്തകുന്നത്ത് പ്രിൻസിപ്പലായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാള വിഭാഗം അധ്യക്ഷൻ. 1974-78 കാലത്ത് കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രോ വൈസ് ചാൻസലറായി. കുറച്ചുകാലം ആക്ടിംഗ് വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. 1986 സർവീസിൽ നിന്ന് വിരമിച്ചു. കണ്ണൂരിൽ അഴീക്കോട് ജനിച്ച അദ്ദേഹം കുറേ കാലം കോഴിക്കോട് ജീവിച്ചു. പിന്നീട് തൃശ്ശൂരിൽ സ്ഥിരതാമസമാക്കി. കണ്ണൂരിൽ നിന്ന് കേരളീയ ജനജീവിതത്തിലേക്ക് പുറപ്പെട്ടിറങ്ങിയ ഈ വിവാദങ്ങളുടെ തോഴൻ തൃശ്ശൂർ വിയ്യൂരിൽ സെൻട്രൽ ജയിലിനടുത്ത് കുറച്ചുകാലം താമസിച്ചത് എപ്പോൾ വേണമെങ്കിലും ജയിലിലേക്ക് കയറി ചെല്ലാനുള്ള സൗകര്യത്തിന് വേണ്ടിയായിരുന്നത്രേ. 2012 ജനുവരി 24 അഴീക്കോട് മാഷ് അന്തരിച്ചു.
അവസാന നാളുകളിൽ അഴീക്കോട് മാഷ് താമസിച്ച തൃശൂർ എരവിമംഗലത്ത് മണലിപ്പുഴയോരത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഭവനം സാംസ്കാരിക വകുപ്പിനു വേണ്ടി കേരള സാഹിത്യ അക്കാദമി ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരകമായി വരുംകാലത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. വരൂ. ക്വിറ്റ് ഇന്ത്യ. ഒരു പ്രവാചകനായിരുന്നു ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ ഹിന്ദ് സ്വരാജ് ചരിത്രത്തെ നിർമ്മിക്കുന്ന ഒരു ചെറിയ കൃതിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസ് ഇറ്റ് വാസ് മോർ വയലൻറ്റ് ദാൻ എനി വയലൻസ്. ആധുനിക കാലത്ത് ഒരു പ്രവാചകനെ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു പ്രവാചകനെ കൊല്ലാൻ സാധിച്ചുള്ളൂ. പിന്നെ അഴീക്കോട് മാഷിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പല വശങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിന് പല പരിണാമഘട്ടങ്ങളുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം 3 വാള്യങ്ങളായി ശേഖരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വീണ്ടും വായിക്കുകയായിരുന്നു. സുധി പ്രധാൻ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. അതിൽ 50കളിലെ ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ നിലപാടുകളെ പരാമർശിക്കുന്നുണ്ട്. സുകുമാർ അഴീക്കോട് എന്ന പേര് പരാമർശിച്ചിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് റാബിറ്റ് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് എന്നാണ്. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് പറയാം. തീവ്ര കമ്മ്യൂണിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഗാന്ധിയൻ എന്ന രീതിയിലാണ് നോക്കിക്കണ്ടിരുന്നത്. അതിൻ്റേതായ ഒരു കൗതുകം ഉണ്ടായിരുന്നു. വളരെ ശക്തമായ ഗാന്ധിയൻ നിലപാട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം എന്ന് പറയാവുന്നൊരു നിലപാടൊക്കെ എടുക്കുന്ന ഒരാളെന്ന രീതിയിലാണ്. അതുകൊണ്ട് അന്ന് അങ്ങനത്തെ ഒരു സമീപനത്തോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. എങ്കിൽ തന്നെയും സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ തയ്യാറാകുന്നു, സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് ബഹുമാനം തന്നെ തോന്നിയിരുന്നു. അങ്ങനത്തെ ആളുകൾ വേണമല്ലോ നമ്മുടെ നാട്ടിൽ എന്നുള്ളൊരു ചിന്തയാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. നിങ്ങൾ എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ പോകുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ മുഖം ഓർമ്മിക്കുക. എന്നിട്ട് നിങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ പോകുന്നത് അയാൾക്ക് ഗുണകരമാണെങ്കിൽ അത് ചെയ്യുക, ദോഷകരമാണെങ്കിൽ അത് ചെയ്യരുത്. ഇതാണ് ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ശരിയുടെയും തെറ്റിൻ്റെയും ഒക്കെ മാനദണ്ഡം എന്ന് ഗാന്ധിയെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അദ്ദേഹം അറിയാറുണ്ട്. സാഹിത്യമോ ഉപനിഷത്തോ അതൊന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തിൻ്റെ വിഷയം സമകാലീന മനുഷ്യാവസ്ഥയായിരുന്നു. നിങ്ങൾ പോണ വഴിയിൽ ചെളിയുണ്ട്, ചെളി കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മാറിപ്പോകുന്നു. ഞാൻ ശ്രമിക്കണത് അത് കോരിക്കളയാനാണ്. അപ്പോൾ കോരിക്കളയാൻ ശ്രമിച്ചാൽ നമ്മുടെ മേത്തും ചെളി പറ്റും. സമൂഹം ജീർണമാകുമ്പോൾ അതിന് ഒരു ഓപ്പറേഷൻ അത്യാവശ്യമാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അത്തരത്തിൽ മിടുമിടുക്കന്മാരായിട്ടുള്ള സർജന്മാർ, മിടുമിടുക്കികളായിട്ടുള്ള സർജന്മാരും ചരിത്രത്തിലുണ്ടായിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. തൻ്റെ പിതാവിനെ പോലെ സുകുമാർ അഴീക്കോടും ജന്മപ്രകൃതം കൊണ്ട് തന്നെ അധ്യാപകനായിരുന്നു. പ്രസംഗിക്കുമ്പോഴും എഴുതുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴുമെല്ലാം ഞാൻ അധ്യാപകനാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അസാധാരണമായ പാണ്ഡിത്യവും അതുല്യമായ ഓർമ്മശക്തിയും ചിട്ടകളും. അസാമാന്യനായ അധ്യാപകൻ എന്ന കീർത്തി ചെറുപ്രായത്തിലെ ഈ പ്രൊഫസറെ തേടിയെത്തി. വിദ്യാർത്ഥികളുടെ ലോകം വികസ്വരമാക്കുന്ന, അവരുടെ കാഴ്ചവട്ടം കൂടുതൽ കൂടുതൽ വിശാലമാക്കുന്ന രാഷ്ട്രീയത്തിലേക്കും സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും ചരിത്രത്തിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമൂഹത്തിൻ്റെ ഗുരുവാണ്, സമൂഹത്തിൻ്റെ അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറി ചുവരുകൾ ഇല്ലാതെയായി. ഗോർക്കിയേക്കാൾ എന്തുകൊണ്ട് മേലെയാണ് ലെനിനെന്നും ടാഗോറിനേക്കാൾ എന്തുകൊണ്ട് മേലെയാണ് ഗാന്ധി എന്നും അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോഴാണ് ഞങ്ങളുടെ ലോകം വളരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ടാഗോർ വാക്കാണ്, ഗാന്ധി പ്രവൃത്തിയാണ്. ഗോർക്കി വാക്കാണ്, ലെനിൻ പ്രവൃത്തിയാണ്. കർമ്മനിരതനായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അഴീക്കോട് മാഷ് വലിയൊരു കായികാസ്വാദകനായിരുന്നെന്ന് പലർക്കും അറിയില്ല. കായിക രംഗത്തെ പുത്തൻ കുതിപ്പുകളെ പിന്തുടരാൻ അദ്ദേഹം എങ്ങനെ സമയം കണ്ടെത്തിയെന്ന് അടുത്തറിയുന്ന പലർക്കും അത്ഭുതമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെഡററുടെ ഒരു ടെന്നീസ് കളി ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ വായന മതിയാക്കി പുസ്തകം മാറ്റിവെച്ച് ആ ടെന്നീസ് കളി കാണും. തനിക്കൊരു കാമുകിയുണ്ട് എന്ന് ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പതിഞ്ഞ സ്വരത്തിൽ പറയുന്നത് പോലെയാണ് മാഷ് ഇതെന്നോട് പറഞ്ഞത്. അച്ഛനെ കാണാനായി പതിവായി വീട്ടിലെത്തുമായിരുന്ന സന്ദർശകരെ അഭിമുഖീകരിക്കാനാവാതെ ലജ്ജാലുവായി ഒളിച്ചു നിന്ന അന്നത്തെ കുട്ടിയാണ് പിന്നീട് മലയാളത്തിൻ്റെ ശബ്ദമായി തീർന്ന അഴീക്കോട് മാഷ്. ആയിരക്കണക്കിന് പ്രസംഗവേദികൾ, പ്രഭാഷണങ്ങൾക്കായി 10,000-കണക്കിന് കിലോമീറ്റർ യാത്രകൾ. പ്രസംഗത്തെ പ്രവൃത്തിയും ജീവിതവും ആവിഷ്കാരവുമായി കണ്ട അഴീക്കോട് മാഷ് ഒരു ദിനപത്രം പോലെ ജനജീവിതത്തിൻ്റെ മുക്കിലും മൂലയിലും ചെന്നെത്തി. വാഗ്ഭടാനന്ദൻ്റെ സ്വാധീനമാണ് അദ്ദേഹത്തിന്. വാക്ക് ആയുധമായിട്ട് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ
നമ്മുടെ സമൂഹത്തിൽ സാംസ്കാരികമായി സഞ്ചരിച്ചിട്ടുള്ളത് അഴീക്കോട് മാഷാണ്. മാഷയുടെ പ്രഭാഷണത്തിന് സാഗരഗർജനം എന്ന വിശേഷണം കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ബഷീറാണ്. ബഷീറിന് പ്രസംഗത്തെപ്പറ്റി തന്നെ വലിയ തമാശയായിരുന്നു. ഈ പത്രം വായിക്കാൻ വയ്യ, എന്ന് പത്രം എടുത്താലും 3 കോളം 4 കോളം ഹെഡിങ്ങിൽ ഇയാളുടെ പ്രസംഗവും ഫോട്ടോവും, പ്രസംഗിക്കുന്ന ഫോട്ടോവും. അപ്പം ഞാൻ ആ പത്രത്തിന് തീ കൊളുത്തും, എന്നിട്ട് ഒരു കാർഡ് എടുത്തിട്ട് ഇയാൾക്ക് എഴുതും, ഇന്നത്തെ പത്രത്തിലും 4 കോളം നിങ്ങളുടെ സാഗരഗർജനം ഉണ്ടായിരുന്നു, ഇന്നത്തെ പത്രത്തിനും ഞാൻ തീ കൊടുത്തു. അങ്ങനെയാണ് ബഷീർ അതിനെപ്പറ്റി തമാശയായിട്ട് പറയാറ്. മാഷയുടെ കാര്യത്തിൽ അത് പ്രസംഗകല മാത്രമല്ല, ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു വിമർശന മൂല്യത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു പ്രക്ഷേപിക്കുന്ന പണിയായിരുന്നു മാഷ് ചെയ്തുകൊണ്ടിരുന്നത്. അഴീക്കോട് മാസ്റ്റർ വളരെ ധീരമായിട്ട് അഭിപ്രായം പറയുന്ന പോലെ തന്നെ സരസമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ആളാണ്. അതാണ് ആളുകളെ അങ്ങനെ എപ്പോഴും അഴീക്കോട് മാസ്റ്റർ ഉള്ള യോഗമാണെന്ന് പറയുമ്പോൾ കൂടുന്നതിന് പ്രേരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ തെരുവിൽ എന്താ പറയുക, ഒരു ഉന്തുവണ്ടിക്കാരനോടും ഒരു വലിയ തത്വജ്ഞാനിയായ പ്രൊഫസറോടും ഒരേ പ്രസംഗം തന്നെ 2 നിലയിൽ എൻഗേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ഫലിതങ്ങൾ അതൊക്കെ നൈസർഗികമായിട്ട് വരുന്നതാണ്. ഒരാളിന് ഫലിതം പറയണമെങ്കിൽ അപാരമായിട്ടുള്ള ധീരത വേണം. ഈ സ്റ്റേജിലുള്ള ഒരു അനായാസത അത് അത്രയും സ്വാഭാവികമാണ്. ജലത്തിൽ മീൻ എന്ന് പറഞ്ഞ പോലെ ആണ് മാഷ് സ്റ്റേജിൽ നിൽക്കുക. അകം തന്നെയാണ് പുറത്തു വരുന്നത്. ഈ അകവും പുറവും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പ്രഭാഷകൻ എന്നല്ല, നിങ്ങളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പരാജയമായിരിക്കും, പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അമ്പേ പരാജയമായിരിക്കും. കുറച്ച് കാറ്റും മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഒരു സ്കൂളിലാണ്, സ്കൂളിൻ്റെ പുറയിൽ ഇങ്ങനെ ഒരു തട്ടി ഇട്ടിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. മാഷ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയുടെ എന്തോ രാഷ്ട്രീയ അപജയത്തെക്കുറിച്ച് അങ്ങനെ എന്തോ പറയുകയാണ്. പൊടുന്നതിന് ഈ കാറ്റത്ത് ഈ തട്ടി കയറ് പൊട്ടി താഴെ വീഴുന്നു. മൊത്തം ഒന്ന് കലുഷായി, ആകെ ഇളകി പറഞ്ഞ് ആരുടെയോ മേത്തൊക്കെ വീണു. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ മാഷ് തുടങ്ങുന്നത്, ഇതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ വളരെ ഭദ്രമാണെന്ന് കരുതിയിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാം. എല്ലാ കാര്യം കൊണ്ടും സ്വതന്ത്രമായി, നിഷ്പക്ഷമായി, ധീരമായി അഭിപ്രായം പറയുന്ന ആൾ, ഏത് കൊള്ളരായ്മയും തുറന്ന് എതിർക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു ശബ്ദം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ ശബ്ദം അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. പല സന്ദർഭങ്ങളിലും സംസാരത്തിനിടയിലും അതുപോലെ തന്നെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അല്ല പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമ്പോഴും എല്ലാം തന്നെ തൻ്റെ അഭിപ്രായങ്ങൾ വളരെ ദൃഢമായ നിലയിൽ വെച്ച് കാച്ചും. അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെയും ഭരണാധികാരികളെയും പ്രഭാഷണങ്ങൾ കൊണ്ട് അദ്ദേഹം തിരുത്തിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ആളാണ്. അഴീക്കോട് മാഷ് നേടിയെടുത്ത ആ പൊതുസമ്മതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനന്യമായ പ്രസംഗ ശൈലിയിലൂടെ ആണ്. ഞാൻ പണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്നു കേട്ടോ. 1962 ആദ്യത്തെയും അവസാനത്തെയും തെരഞ്ഞെടുപ്പാണ്. അന്ന് തോറ്റത് കൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുന്ന ഒരു മാന്യതയിൽ ഞാൻ എത്തിച്ചേർന്നു. അഴീക്കോട് മാഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്, വലതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അതേസമയം എസ് കെ പൊറ്റക്കാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു. രണ്ടുപേരും മത്സരിക്കുകയും ഇടതുപക്ഷം എസ് കെ പൊറ്റക്കാട് ജയിക്കുകയും അഴീക്കോട് മാഷ് തോൽക്കുകയും ചെയ്തു. അതിനുശേഷം പറഞ്ഞു കേട്ടിട്ടുണ്ട്, എസ് കെ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളാണ് ജയിച്ചത്, ഇതിൽ കുടുങ്ങിയില്ലല്ലോ എന്നുള്ള മട്ടിൽ. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകൾക്കായി കേരള സർക്കാർ 2004 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി അഴീക്കോട് മാഷിനെ ആദരിച്ചു. സാഹിത്യത്തെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ചാലകശക്തിയായി കരുതിയിരുന്ന അഴീക്കോട് മാഷിന് എന്തെഴുതുമ്പോഴും അതിൻ്റെ സാമൂഹ്യ പ്രസക്തിയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നു. കവിതയും വിമർശനവും തമ്മിലുള്ള വ്യത്യാസം, കവിത ഒരു ഏകവ്യക്തിനിഷ്ഠമായ ഒരു സർഗവ്യാപാരമാണ്. നേരെ മറിച്ച് വിമർശനം എന്നുള്ളത് ഒരു വ്യക്തി അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അത് നിരന്തരമായ ഒരു പ്രക്രിയയാണ്. വേദോപനിഷത്തുകളെപ്പറ്റി വരേണ്യ താൽപ്പര്യങ്ങൾക്കെതിരായ കാഴ്ചപ്പാട് മാഷിൻ്റെ തത്വമസി എന്ന ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്നു. രാജാജി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി പ്രധാനപ്പെട്ട ബഹുമതികൾ പലതും തത്വമസിയുടെ പേരിലാണ്. പ്രബന്ധങ്ങളിലും മറ്റു ഗ്രന്ഥങ്ങളിലും എന്നതിനേക്കാൾ ശ്രദ്ധേയമായ നിരൂപണങ്ങൾ അധികവും ആവിഷ്കരിക്കപ്പെട്ടത് അഴീക്കോട് മാഷിൻ്റെ സാഹിത്യ പ്രസംഗങ്ങളിലായിരുന്നു. വിമർശനം എന്നുള്ളത് കാലത്തിൻ്റെ ഒരു സ്ഫുടീകരണമാണ്, മറ്റതുപോലെയല്ല. അതുകൊണ്ടാണ് ഈ അവസാനം പറഞ്ഞത്, ഈ വിമർശനം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് എന്ന് പറഞ്ഞില്ലേ. അത് അവൻ ഈ സാർവകാലികതയുടെ ഒരു വിലയിരുത്തലുണ്ട്.
ഒരു വ്യക്തിക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഖണ്ഡന വിമർശനം എന്ന മാഷിന്റെ നിരൂപണ വിമർശന നിലപാടിന് ഉദാഹരണമാണ് ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന ഗ്രന്ഥം. വിമർശകൻ എപ്പോഴും നിങ്ങളെ തൻ്റെ ഒരു കൃതിയുടെ അവസാനത്തിൽ പിന്നെ നിങ്ങൾ സ്വയം പര്യാപ്തനായി സാഹിത്യ ലോകത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞിട്ട് വിടുകയാണ്. അല്ലാതെ എൻ്റേത് അന്തിമമായ ആപ്തവാക്യമാണ് എന്ന് പറഞ്ഞിട്ടൊരു വിമർശകനും വെക്കില്ല. പിൽക്കാല കവികളിൽ ബാലാമണിയമ്മയെയും പി കുഞ്ഞിരാമൻ നായരെയും വാഴ്ത്തുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടകവി കുമാരനാശാനായിരുന്നു. മാഷിനെ വിശേഷിപ്പിക്കാനായിട്ട് വളരെ മുമ്പ് തന്നെ മഹാകവി കുമാരനാശാൻ ചില വരികൾ എഴുതി വച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൽപരത്വം അവനാർന്നിരുന്നു തെല്ലപ്പോൾ വെന്ന് അരിയെ ഊഴികാക്കുവാൻ കോപ്പിടും നൃപതി പോലെയും കളിക്കോപ്പെടുത്ത ചെറു പൈതൽ പോലെയും. ഈ രണ്ട് ഭാവം, ഒന്ന് ശത്രുവിനെ നിഗ്രഹിക്കാനായിട്ട് കോപ്പണിഞ്ഞു നിൽക്കുന്ന നൃപൻ, രണ്ട് കളിക്കോപ്പെടുത്ത ചെറു പൈതൽ പോലെ. ഈ നിസ്സംഗവും സംഗത്വവും ഇത് മാഷിൽ വളരെ കൃത്യമായി സന്നിവേശിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെയും MTയുടെയും കൂടി പ്രേരണയാലും സ്വാധീനത്തിലുമാണ് തത്വമസി എന്ന് പറയുന്ന ദാർശനികമായ ആ മഹാഗ്രന്ഥം സാഹിത്യത്തിന്, ഭാഷയ്ക്ക് ലഭിച്ചത്. സുകുമാരൻ അഴീക്കോടിൻ്റെ രചനകൾ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആരുടെ നാവിൽ വരിക തത്വമസിയായിരിക്കും. അല്ലാണ്ട് ജി വിമർശിക്കപ്പെടുന്നു, അതിനേക്കാളൊക്കെ ഈ തത്വമസിയാണ് അദ്ദേഹത്തെ ഒരു മനസ്സിൽ പ്രതിഷ്ഠിച്ചത്. എല്ലാം ഇങ്ങനെ സംസാരിച്ച് ആശയങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കളയരുത്, അതെല്ലാം എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് മാഷോട് നിർബന്ധിച്ചിട്ടുള്ളതും വൈക്കം ബഷീറാണ്. മഹാനായ EMS പറയാറുള്ളൊരു വാചകമുണ്ട്: മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശയവും സാഹിത്യവുമുണ്ട്, മനുഷ്യരെ പിന്നോട്ട് വലിക്കുന്ന ആശയവും സാഹിത്യവുമുണ്ട്. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളിൽ ഒരാളായിരുന്നു അഴീക്കോട് മാഷ്. ആത്മീയവും ഭൗതികവുമായ ദാർശനിക കർമ്മ പദ്ധതികൾ പരസ്പരം വിഘടിച്ചു നിൽക്കുകയല്ലാതെ തമ്മാമിലുള്ള കണ്ടെത്തലിന് സാധ്യതയുണ്ടെന്ന അഴീക്കോട് മാഷിൻ്റെ ചിന്ത സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൽ വിരുദ്ധമെന്ന് നമ്മൾ പൊതുവെ സമൂഹത്തിൽ വിചാരിക്കുന്ന വിചാരധാരകൾ, ആശയധാരകൾ ഭംഗിയായി സമന്വയിച്ചിട്ടുള്ള ഒരാളുണ്ട്. സൗഹൃദവും വിനീതത്വവും എല്ലാം കാത്തു സൂക്ഷിക്കണമെന്ന ഒരു ചിന്തക്കാരാണ് ഗാന്ധിസ്റ്റുകൾ. മാർക്സിസം എന്ന് പറയുമ്പോൾ വൈരുദ്ധ്യങ്ങളും എതിർക്കേണ്ടവരെ ശക്തമായിട്ട് എതിർക്കുന്നതിൻ്റെ ഒരു നിലപാടും എല്ലാമാണ് മാർക്സിസത്തിനുള്ളത്. രണ്ടും ഒന്ന് മറ്റൊന്നിന് യോജിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആശയങ്ങളാണ്. ഈ ഒരു ഗാന്ധിയൻ നിലപാട്, ഒരു ജനാധിപത്യ നിലപാടിൽ നിൽക്കുന്ന ഒരാൾ ഇടതുപക്ഷത്തോട് അവസാന കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചു പോന്നിരുന്ന സമീപനം ഒരു അവ്യക്തത പോലെ എനിക്ക് തോന്നിയിരുന്നു. എന്താണ് അങ്ങനത്തെ ഒരു സമീപത്തേക്ക് അദ്ദേഹം വരുന്നത് എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ നിലപാടിൽ നിന്ന് മാറ്റിയതാണോ, ഇത് രണ്ടും കൂടി ഒരുമിപ്പിച്ചതാണോ? പക്ഷേ മാർക്സ് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ഗാന്ധി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിൽ നിന്നും സ്വീകരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട, വിളക്കി ചേർക്കേണ്ട ഒരുപാട് അംശങ്ങളുണ്ട്. അത് ഇവരുടെ രണ്ടുപേരുടെയും നിലപാടുകളും ഇവർ രണ്ടുപേരും സമൂഹത്തെ ബാധിക്കുന്ന ഗൗരവമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഇത് വ്യക്തമാകും. മാർക്സിയൻ ഐഡിയോളജിയും ഗാന്ധിയൻ ഐഡിയോളജിയും തമ്മിലുള്ളൊരു സമന്വയത്തിൻ്റെ മൂർത്തരൂപം കൂടിയായിരുന്നു മാഷ് അവസാന കാലത്ത്. സാഹിത്യകാരന്മാർക്കിടയിൽ രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയക്കാർക്കിടയിൽ സാഹിത്യകാരനുമാണ് അഴീക്കോടെന്ന് അനുമോദനമായും പരിഹാസമായും പറയാറുണ്ട്. മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കാൻ ആഗ്രഹിച്ച അഴീക്കോട് മാഷ് താൻ ജീവിച്ചിരിക്കെ കോൺഗ്രസ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്കാരമില്ലാത്ത രാഷ്ട്രീയവും രാഷ്ട്രീയമില്ലാത്ത സംസ്കാരവും അഴീക്കോട് മാഷിന് അചിന്ത്യമായിരുന്നു. നദിയെപ്പോലെ മുന്നോട്ടൊഴുകുന്ന ഒരു ജീവിതമാണ് രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും ഓരോരുത്തർക്കും വേണ്ടത്. അത് അഴീക്കോട് മാഷിൻ്റെ കാര്യത്തിൽ കാണാം. മാഷിൻ്റെ വിചാര ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് എനിക്ക് തോന്നുന്നത് 90-കൾക്ക് ശേഷം സംഭവിച്ച ഒന്നാണ്. അപ്പം അദ്ദേഹം ഏതാണ്ട് ഒരു 3-4 പതിറ്റാണ്ട് കൊണ്ട് നടന്ന ജീവിത ബോധ്യങ്ങളിൽ നിന്ന്, രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്ന് അദ്ദേഹം തിരിയുന്നത് മുഖ്യമായിട്ടും വർഗീയതയോടുള്ള, അതുപോലെ തന്നെ ന്യൂ ലിബറലിസത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. കോൺഗ്രസിനെ അദ്ദേഹം വിമർശിച്ചത് അന്ധമായൊരു കോൺഗ്രസ് വിരോധി എന്നുള്ളതല്ല. കോൺഗ്രസ്സും കോൺഗ്രസ്സിലെ നേതൃതലത്തിൽ നിൽക്കുന്ന പലരും കോൺഗ്രസിൻ്റെ യഥാർത്ഥ ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കോൺഗ്രസ്സുകാരൻ ശരിയായി പ്രതികരിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അഴീക്കോട് മാഷ് ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തിലേക്ക് അദ്ദേഹം പരിണമിച്ചിട്ടുള്ളതല്ല. ആ പരിണാമത്തിന് എനിക്ക് തോന്നുന്നത് വ്യക്തമായിട്ടുള്ളൊരു വേര് അല്ലെങ്കിൽ ഒരു വിത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് റാബിഡ് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് എന്ന് ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട അഴീക്കോട് മാഷ് പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം നിന്നത്. അഴീക്കോട് മാഷിന്റെ അദ്വൈതം എല്ലാ ജാതിക്കാരും മതക്കാരും സമത്വത്തോടെ ഒന്നായിത്തീരുന്ന മതേതര ജനാധിപത്യമാണ്. 1992 ഡിസംബർ 6 ശേഷം പറയാൻ സാധിക്കുമോ? എല്ലാ മതങ്ങളുടെയും സാർവജനീനമായ ഐക്യം, എല്ലാ മനുഷ്യരുടെയും പരിപൂർണമായ സഹോദര്യം. നമുക്ക് ജാതിയില്ല മതമില്ല എന്ന് 1 നൂറ്റാണ്ട് മുൻപേ ശ്രീനാരായണ ഗുരു വിളംബരം ചെയ്തു. ഗുരുദർശനത്തെ നെഞ്ചേറ്റി ഭൂരിപക്ഷ വർഗീയതയെ ഏറ്റെതിർത്തിരുന്ന അഴീക്കോട് മാഷ് ന്യൂനപക്ഷ വർഗീയതയോടും സന്ധി ചെയ്തില്ല. നാരായണ ഗുരുസ്വാമി മനുഷ്യൻ്റെ ആത്മീയത വിഗ്രഹത്തിൽ തുടങ്ങി വിഗ്രഹമില്ലായ്മയിലേക്ക് എത്തുന്ന ഒരു വികാസം, ആ വികാസത്തിൻ്റെ തലപ്പത്താണ് അഴീക്കോട് മാഷ് നിൽക്കുന്നത്. അതുകൊണ്ടിപ്പോൾ ഗുരുവിനെ ഹിന്ദുത്വ ക്യാമ്പിൽ എത്തിക്കാൻ ഉള്ളൊരു ശ്രമം മാഷുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ മാഷ് അത് അവസാനിപ്പിക്കാൻ മാഷ്ക്ക് പറ്റുമായിരുന്നു. ഈ വർഗീയ ചിന്താഗതികൾ മനുഷ്യ മനസ്സിൽ തളം കെട്ടിയാൽ ആ ചിന്തയുടെ എല്ലാ ദുസ്വഭാവങ്ങളും ആ ചിന്തയ്ക്ക് വിധേയനാകുന്ന ആളിൽ നിന്ന് ഉണ്ടാകാതെ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പുലർത്തിപ്പോന്ന മതേതര വിശ്വാസം, ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ചുള്ള ഉറച്ച ബോധം, ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള ധാരണ ഇന്ന് ബ്രാഹ്മണിക്കൽ ഫാസിസത്തിലേക്കും കോർപ്പറേറ്റിസത്തിലേക്കും അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന തകരുന്ന ഇന്ത്യയെക്കുറിച്ച് മാഷക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ ദേശീയതയല്ല എന്ന് മാഷ് പറയുമ്പോൾ തന്നെ അതിൽ സൂചനയുണ്ട്. ഇവിടെ സവർണ ദേശീയത അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രസംഗങ്ങളിലും പ്രവർത്തനങ്ങളിലും പ്രബന്ധങ്ങളിലും ഒരുപോലെ അദ്ദേഹം യാഗം കൊണ്ടുവരുന്നത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ പല പ്രതീകങ്ങളിലൊന്ന് തിരിച്ചു വരികയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയും. അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം തുടങ്ങിയുള്ള മതത്തിൻ്റെ മേലങ്കിയുമായി വരുന്ന ഏർപ്പാടുകളൊക്കെ നിരക്ഷരന്മാരും ദരിദ്രന്മാരുമായ ആളുകളെ, പ്രത്യേകിച്ച് കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട കൂട്ടത്തിലെ ആളുകളെ ചൂഷണം ചെയ്യാനുള്ളതാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയും. അതായത് ഒരു മതത്തിൻ്റെ ഒരു കാതലായ അനുഭൂതിയിലേക്ക് നിങ്ങൾ കടന്നു നിന്നാൽ, ഇപ്പോൾ ക്രിസ്തു മതം പറയുന്ന സ്നേഹത്തിലേക്കോ അദ്വൈത വേദാന്തം പറയുന്ന ഏകതയിലേക്കോ ബുദ്ധമതത്തിൻ്റെ കരുണയിലേക്കോ ഒക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ മതബോധത്തെ സംഗ്രഹിക്കുന്നതെങ്കിൽ ആ മതമൂല്യം തന്നെ മതനിരപേക്ഷാണ്. ജാതിക്ക് അദ്ദേഹം എതിരാണ്, മതവർഗീയതക്കെതിരാണ്, അദ്ദേഹം മതങ്ങൾക്കെതിരല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹത്തിന് തത്വമസി എന്നുള്ള പുസ്തകം നോക്ക്. അതിലൊക്കെ ഇന്ന് നമ്മൾ ഹിന്ദുത്വ എന്ന് പറയുന്ന ഈ സാധനം ജാതിയെ പുനഃസ്ഥാപിക്കുവാനും അതിൽ മേൽജാതി എന്ന് വെച്ചിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ ആധിപത്യം കൊണ്ടുവരാനും ശ്രമിക്കുകയാണ്. അതിനെയാണ് അദ്ദേഹം ചെറുക്കുന്നത്. ഇപ്പോൾ ബാബറി മസ്ജിദ് ധ്വംസിക്കപ്പെട്ട കാലത്ത് അഴീക്കോട് മാഷുണ്ടായിരുന്നു. അപ്പോഴാണ് എന്താണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്നതിനെക്കുറിച്ച് വളരെ ഉൾക്കാഴ്ചയോട് കൂടിയിട്ടുള്ള പ്രഭാഷണ പരമ്പരകൾ അദ്ദേഹം നടത്തിയത്. ഗാന്ധിജിയെ മുഖ്യാവലംബമാക്കി നെഹ്റുവിനെയും ആസാദിനെയും വിവേകാനന്ദനെയും കാളിദാസനെയും വ്യാസനെയും വാൽമീകിയെയും ടാഗോറിനെയും ഒക്കെ ഉദ്ധരിച്ച്, വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ഉദ്ധരിച്ച്, കാവ്യങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഉദ്ധരിച്ച് എന്തുകൊണ്ട് ഇന്ത്യൻ ദേശീയത ഹിന്ദു ദേശീയത അല്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കും. ഞാൻ സനാതന ഹിന്ദുവാണ്, ഞാൻ ഇസ്ലാം വിശ്വാസിയാണ്, ഞാൻ ക്രിസ്തുമത വിശ്വാസിയാണ്, ഞാൻ ബുദ്ധൻ്റെ അനുയായിയാണ്, ഞാനാണ് യഥാർത്ഥ ബോൾഷവിക്ക് എന്നും ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഇത് തന്നെയാണ് അവസാന കാലത്ത് അഴീക്കോട് മാഷ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ഭാരതീയ പാരമ്പര്യത്തെ തനതായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് ഒരു ഫാസിസ്റ്റ് രൂപാന്തരണത്തിൻ്റെ അപകടം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റേതായ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അറിവുകളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ഇന്ത്യക്കാരനല്ല, ഇന്ത്യയോട് സ്നേഹമില്ല, എനിക്ക് ഒരു മുസ്ലിം രാജ്യത്തോടാണ്, അയൽ രാജ്യത്തോടാണ് സ്നേഹം എന്നൊക്കെ പറയുന്ന രീതിയിൽ അടുത്ത കാലത്ത് എനിക്കെതിരെ വിമർശനങ്ങളുണ്ടായിരുന്നു. ദേശീയ ഗാനമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാമെന്ന്. അന്ന് നമുക്ക് തോന്നിയിട്ടുള്ളൊരു നിലപാട് തന്നെയാണ്. എന്നെ ദേശീയത പഠിപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ദേശീയതയെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് ഇവിടെ അവകാശം? കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച് ഇവിടെ തന്നെ മരിക്കേണ്ട ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ. പൻസാരിയെയും
ധാബോൾക്കറേയും കൽബുർഗിയെയും ഗൗരി ലങ്കേഷിനെയും ഒക്കെ വകവരുത്തിയ ചില പ്രത്യേക നിലപാടുകൾ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഉന്മൂലനാശം ചെയ്യുന്ന അത്യന്തം ആപൽക്കരമായൊരു രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അഴീക്കോട് മാഷുണ്ടായിരുന്നതിൽ പൊട്ടിത്തെറിക്കുമായിരുന്നു. സാധാരണ മനുഷ്യൻ സമരം ചെയ്ത്, അതല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ സമരം ചെയ്ത് നേടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജനതയാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കും, അങ്ങനെ തന്നെ നിലനിൽക്കണം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വർഗീയതയ്ക്കെതിരെ, വർഗീയ ഫാസിസത്തിനെതിരെ ശരിക്കും പറഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുത്തി വരേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൽബുർഗിക്കും പൻസാരയ്ക്കും ദാബോൽക്കർക്കും ഒക്കെ നേരിട്ട അനുഭവം ഒരുപക്ഷെ അഴീക്കോട് മാഷ് ജീവിച്ചിരുന്നെങ്കിൽ അഴീക്കോട് മാഷയ്ക്ക് നേരെയും ഈ വർഗീയ ഹിംസയുടെ ശക്തികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു ആധി എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിലുണ്ട്. അഴീക്കോട് മാഷ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ കാത്ത് ഒരു വെടിയുണ്ട ഉണ്ടാകുമായിരുന്നില്ലേ എന്ന ഭയാശങ്കകളാണ് എൻ്റെ മനസ്സിൽ. വ്യവസായവൽക്കരണത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമെല്ലാം ജനവിരുദ്ധ പ്രകൃതിവിരുദ്ധ നിലപാടുകൾ ഉയർന്നു വരുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുണ്ടാകേണ്ട ശത്രുതാപരമല്ലാത്ത സഹജീവനത്തെക്കുറിച്ച് അഴീക്കോട് മാഷ് നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പരിസ്ഥിതി ജ്ഞാനമൊന്നും ഒരു ശാസ്ത്രശാഖ എന്നുള്ള നിലയിൽ ഇന്നത്തെ പോലെ അന്ന് വളർന്നിട്ടില്ല. 150 വർഷം മുമ്പ് എന്താ മാർസിനകത്ത് പറഞ്ഞിട്ടുള്ളത്? ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസമെല്ലാം മുതലാളിത്തത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എല്ലാ സമ്പത്തിൻ്റെയും 2 അടിസ്ഥാന സ്രോതസ്സുകളെ ഊറ്റിവറ്റിച്ചുകൊണ്ടാണ്: ഭൂമിയെയും അധ്വാനിക്കുന്ന മനുഷ്യനെയും. മാർസിൻ്റെ ഈ ആശയം തന്നെ ഇന്ത്യൻ മനസ്സിന് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം തരുന്ന പ്രകൃതി, ആ പ്രകൃതിയെ അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, അത്യാവശ്യമുള്ളത് എടുക്കുക എന്നല്ലാതെ ആ പ്രകൃതിയെ അന്ധമായി ചൂഷണം ചെയ്യരുത് എന്നുള്ള ഗാന്ധിയൻ സങ്കല്പം അത് ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു വിളക്കിച്ചേർക്കൽ ചിന്തയിലും പ്രവൃത്തിയിലും ആവശ്യമാണ് എന്ന കാഴ്ചപ്പാട് അഴീക്കോട് മാഷുക്കുണ്ടായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ഈ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകുന്ന വിഷയങ്ങളൊക്കെ മാഷ് ഇടപെട്ടുകൊണ്ടിരുന്നു. ജലം സ്വകാര്യ സ്വത്തല്ല, ജലം വിൽപ്പന ചരക്കല്ല, ജലം ജനതയുടെ അടിസ്ഥാന അവകാശമാണ്. കൊക്കക്കോള ഇന്ത്യ വിടുക. വെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഇനി താങ്കൾക്കറിയാലോ, ലോകത്തിൽ ഇനി വരാൻ പോകുന്ന പോരാട്ടം വെള്ളത്തിന് വേണ്ടിയായി. കൊക്കക്കോലയ്ക്ക് കരയിട്ട വളരെ സജീവമായി ഒരു സഹപോരാളിയായി പ്ലാച്ചിമട സമരത്തിൽ അഴീക്കോട് മാഷ് ആദ്യാവസാനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ട്. പ്രശ്നങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കി അതിലിടപെടാനും അതിനെ വിജയിപ്പിക്കാനും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു. ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊക്കക്കോല കമ്പനി പൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്ലാച്ചിമടയിൽ മാത്രമാണ്. ജലം ജനതയുടെ അടിസ്ഥാന അവകാശമാണ്. ലാലൂർ സമരസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന ലാലൂർ ജനത ഉന്നയിക്കുന്ന അതിൻ്റെ നീതിയുടെ വശത്ത് നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് പണിയെടുക്കുന്ന എന്നെ പോലുള്ളവരൊക്കെ പണിയെടുക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഭരണകൂടത്തിനോട് ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ട് ലാലൂർ ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനൊപ്പം അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. यह विरोधाभास जो कि सरकार और लोगों के बीच के रिश्ते नाते का आंदोलन ने देखा है, उसी प्रकार से विरोधाभास लोगों को लगेगा नाचते गाते लड़ते हुए आगे बढ़ने में भी. 3 ഗവൺമെന്റുകൾ, വളരെ പ്രബലങ്ങളായ 3 ഗവൺമെന്റുകളാണ്. അത് ഗുജറാത്ത്, മധ്യപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര. അവർ 3 ഗവൺമെന്റുകളോടാണ് ഇവർ എതിരിടുന്നത്. ഈ ഹൈറ്റ് കൂട്ടും തോറുമാണ് ഇവിടെ ഈ ആദിവാസികളുടെ സമ്പൂർണ്ണ ഗ്രാമവിനാശം നടക്കുകയാണ്. ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നുള്ള ഒരു ചെറിയ നിസ്സഹായമായ സമൂഹത്തിന്റെ ഭയം മുഴുവനും അവരനുഭവിക്കുന്ന കഷ്ടപ്പാട് നമ്മളൊന്നും അറിയില്ല. വാസ്തവത്തിൽ സമ്പൂർണമായ നരഹത്യ, ജനോസൈഡ് എന്ന് പറയില്ലേ, യുദ്ധക്കുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും ഭയങ്കരമാണ് ജനോസൈഡ്. അത്തരത്തിലുള്ള ജനോസൈഡാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഗ്രഹത്തെയും
ആരാധിക്കാൻ തയ്യാറല്ലാത്ത വിഗ്രഹഭഞ്ജകമായ ഒരു പുരോഗമന മനസ്സായിരുന്നു അഴീക്കോട് മാഷിനുണ്ടായിരുന്നത്. അതത് കാലത്തെ ഏറ്റവും പ്രബലമായ അധികാര സ്ഥാനങ്ങൾ ഏതാണോ അതിനോട് മാഷ് ഇടഞ്ഞിരുന്നു. അത് ചിലപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കും, ചിലപ്പോൾ സമുദായ നേതാവായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രക്രിയ ആയിരിക്കും, ചിലപ്പോൾ ആൾ ദൈവങ്ങളായിരിക്കും. ഒരു സംശയമില്ലാതെ എതിർക്കേണ്ടത് ആരാണെന്ന് നോക്കാതെ, അവരുടെ ധനപ്രമത്തതയോ അവരുടെ രാഷ്ട്രീയ അധികാരമോ നോക്കാതെ അദ്ദേഹത്തിന് ശരിയല്ല എന്ന് തോന്നുന്നത് വെട്ടി തുറന്ന് പറയും. ഇപ്പം അമൃതാനന്ദമയ്യെ പോലെ ഒരാൾ ദൈവത്തെ വിമർശിക്കാൻ മാഷ് കാണിച്ച ധൈര്യം വേറെ ആരും അങ്ങനെ കാണിച്ചിട്ടില്ല. അതിനിശിതമായിട്ട് വിമർശിക്കാൻ മാഷ്ക്ക് ഒരു മടിയുണ്ടായിട്ടില്ല. ഗുരുവായൂർ പോലും അനേക തവണ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം തൊഴാൻ പോയിട്ടില്ല. കല്ലുകൂപ്പി കിട്ടും ഈശൻ എന്നാൽ കൂപ്പുക പർവ്വതം, അരകൽ അതിലും ഭേദം അതു നൽകുന്നു ഭക്ഷണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചൊല്ലിക്കേട്ടപ്പോൾ അദ്ദേഹം പൊട്ടിപ്പൊട്ടി ചിരിച്ചു. വിഗ്രഹാരാധകരുടെയൊക്കെ മുഖത്ത് കല്ലെടുത്തൊരു നല്ല ഇടി കൊടുത്തിരിക്കുകയാണ് കബീറിൻ്റെ ഈ ദോഹയിലൂടെ എന്നാണ് മാഷ് പറഞ്ഞത്. സംസ്കൃത ഭാഷ അവർണ്ണൻ അപ്രാപ്യമായിരുന്ന കാലത്ത് സംസ്കൃതം പഠിച്ച് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലി വ്യാഖ്യാനിക്കുന്ന കണ്ണൂർ അഴീക്കോട് ഭാഗത്തെ മറത്തുകളി സവർണാധിപത്യത്തിനെതിരായ സവിശേഷമായ സാംസ്കാരിക പ്രതിരോധമായിരുന്നു. അഴീക്കോട് മാഷിൻ്റെ താർക്കിക യുക്തിചിന്ത രൂപപ്പെടാൻ വടക്കേ മലബാറിലെ ഈ മറത്തുകളിയും ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചിരിക്കാം. വാഗ്ഭടാനന്ദ ഗുരുദേവൻ്റെ അച്ഛൻ കോരൻ ഗുരുക്കൾ. അതുപോലെ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയേണ്ട മറ്റൊരു ഗുരുനാഥനാണ് യോഗി ഗുരുക്കൾ, അല്ലെ ജോയി ഗുരുക്കൾ എന്ന് പറയുന്ന യോഗി സമുദായത്തിലെ ഗുരുനാഥനായിട്ടുള്ള ഒരു വ്യക്തി. ഇവരൊക്കെ ഈ സംസ്കൃത ഭാഷ സാധാരണ ആളുകളിലേക്ക് എത്തിക്കാനുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ഒരു നവോത്ഥാന പ്രക്രിയക്ക് തുടക്കമിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മറത്തുകളിയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം അവിടെ ഒരു വിശാലമായ അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് നടക്കുന്നത്. ഇതമന്ധം തമകൃഷ്ണം ജായേത ഭുവനത്രയം യതി ശബ്ദാഹ്വയം ജ്യോതി രാസംസാരം നദീപ്യതേ. അതായത് ഈ ലോകത്ത് ഇതമന്ധം തമകൃഷ്ണം, അതായത് ഈ സൂര്യചന്ദ്രന്മാരാണ് നമുക്ക് വെളിച്ചം തരുന്നത്, അല്ലേ? എന്നാൽ ഈ സൂര്യചന്ദ്രന്മാർ വെളിച്ചം തരുന്നുണ്ടെങ്കിലും യതി ശബ്ദാഹ്വയം ജ്യോതി രാസംസാരം നദീപ്യതേ, ഈ ശബ്ദം എന്ന് പറയുന്ന ഈ ഭാഷ എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ ഈ ലോകം തന്നെ അന്ധകാര സമമായേനെ. കാരണം സുകുമാർ അഴീക്കോട് സാറ് തന്നെ അദ്ദേഹത്തിൻ്റെ തത്വമസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ജീവിതമാർഗം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യമെന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന 3 ഘടകങ്ങളാണുള്ളത്. അതിലൊന്ന് ആദ്യം പറയും ഉപനിഷത്താണ്, രണ്ടാമത് പറയുന്നത് സാഹിത്യമാണ്, മൂന്നാമത് പറയുന്നത് ഗാന്ധിജിയാണ്. എന്നെ ആത്മീയാനുഭൂതിയിലേക്ക് എത്തിച്ചത് ഉപനിഷത്തും വൈകാരികമായ വിചാരതലത്തിലേക്ക് എത്തിച്ചത് സാഹിത്യവും, എന്നാൽ കർമ്മമണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഗാന്ധിജിയുമാണ്. സുകുമാരൻ വരുന്നെന്ന് കേട്ടപ്പോൾ വാസന്തി ചേച്ചിക്ക് മന്ദഹാസം. എൻ്റെ അടുത്തിരുന്നിട്ട് നമ്മൾ രണ്ടാളും ഒരുമിച്ചിട്ട് പഠിച്ചു എല്ലാ വർത്താനെല്ലാം പറയും. സുകുമാരൻ നല്ല ആളെ ഇപ്പം നമുക്കെല്ലാം നല്ലോണം വിശ്വസിക്കുന്ന ആളല്ലേ. കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? കല്യാണം കഴിച്ചില്ല, നല്ല എഴുത്തല്ലാന്ന് എല്ലാം പറയും. നല്ല രസത്തെ കേൾക്കാം നമുക്ക്. എൻ്റെ പേര് കാർത്തികൻ എന്ന് പറയുന്ന നല്ലോണം പ്രസംഗിക്കും. ഭയങ്കര പ്രസംഗം കേട്ടാൽ നമുക്ക് മതിയാവില്ല, അത്രക്ക് പ്രസംഗം. ഒറ്റ വാചകത്തിൽ ഒതുക്കാനാവില്ല ചില വ്യക്തിത്വങ്ങളെ. എങ്കിലും ഒറ്റ വാക്കിൽ അഴീക്കോട് മാഷെ കുറിച്ച് പറയാം. ബഹുമുഖ പ്രതിഭ, പോരാളി, സാംസ്കാരിക പോരാളി, പ്രസംഗകലയുടെ ഏറ്റവും വലിയ മൂർത്തി. ഒരു കുട്ടിയും ഒരു തത്വജ്ഞാനിയും ഒരുമിച്ച് താമസിക്കുന്ന ഒരു മനസ്സ്, സൗമ്യമായ മുഖമുള്ളൊരു സിംഹം. നവോത്ഥാന ഭാവനയുടെ ശബ്ദരൂപം മാഷ. എവിടെയാണ് സാർ കിടക്കാറുള്ളത്? ഒരു ദിവസം ഒരു 5:05 ആയിട്ടുണ്ടാവും. സാർ പെട്ടെന്ന് താഴെ വീണു. അപ്പം തന്നെ ഞങ്ങൾ വന്നു, സാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ അച്ഛനെ പോലും ഇങ്ങനെ നോക്കാൻ സാധിച്ചിട്ടില്ല. 10-45 ദിവസം സാറിൻ്റെ കൂടെ നിന്ന് സാർ മരിക്കുന്നത് വരെ ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ടായി. ഈ ഇരിപ്പിടം ഇപ്പോൾ ഒഴിഞ്ഞു കിടപ്പാണ്. ജീവിതത്തിലെ ആൾക്കൂട്ട ബഹളങ്ങളിൽ മാഷ് അനുഭവിച്ച ഏകാന്തതയെക്കുറിച്ച് ആരും പറഞ്ഞില്ല.
സ്വന്തം ഏകാന്തതകളെക്കുറിച്ച് മാഷ് ആരോടെങ്കിലും മനസ്സ് പങ്കുവച്ചിരുന്നോ എന്നും അറിയില്ല. മണലിപ്പുഴയുടെ തീരത്ത് പ്രസംഗമൊഴിഞ്ഞ സന്ധ്യകളിൽ ആലോചനാമഗ്നനായി ഏകാന്തനായി മാഷിനി ഉണ്ടാവില്ല. ദീപ്തമായ ഓർമ്മകൾ ബാക്കി വെച്ച് അഴീക്കോട് മാഷ് നിതാന്ത വിശ്രമത്തിലാണ്. വെളിച്ചം വിതറുന്ന ഈ നവോത്ഥാന ഭാവനയുടെ വാതായനങ്ങൾ സമൂഹത്തിന് മുന്നിൽ, നമുക്ക് മുന്നിൽ, മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന മതേതര ജീവിതം സ്വപ്നം കാണുന്ന യുവതയ്ക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഭരണഘടന വാഗ്ദത്തം ചെയ്യുന്ന മതനിരപേക്ഷ രാഷ്ട്രമെന്ന സങ്കല്പത്തെ തകർക്കാൻ നോക്കുന്നൊരു കാര്യം. അത്തരമൊരു ഘട്ടത്തിൽ അഴീക്കോടിൻ്റെ ഉജ്ജ്വലമായ ശബ്ദം നമ്മുടെ രാജ്യത്ത് മുഴങ്ങേണ്ടതായിരുന്നു. വ്യക്തികളും മാഷ് ഇണങ്ങിയും പിണങ്ങിയും നിന്ന പ്രസ്ഥാനങ്ങളും പ്രണയവും ഒക്കെ മാഷയുടെ അരികിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അനുഭവമാണ്. അസാധാരണമായിരുന്നു ആ അവസാന ദിവസങ്ങൾ. ഇടശ്ശേരിയുടെ വരികളാണ് അപ്പോഴൊക്കെ ഓർത്തു പോയത്. അമ്മ മകനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരു കമ്പിളിപ്പുതപ്പ് കൊണ്ടുവരൂ എന്ന്. മകനൊഴിവുണ്ടായിരുന്നില്ല. അവസാനം അയാൾ കമ്പിളിപ്പുതപ്പുമായി വന്നു. അവൾക്ക് കുളിരിന് കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽകെ ഒരട്ടി മണ്ണ് പുതച്ച് കിടപ്പൂ വീടാക്കടമേ മമ ജന്മം. വീടാക്കടം ഇട്ടിട്ട് പോയില്ല അഴീക്കോട് മാഷ് എന്ന് അദ്ദേഹത്തിന് കൃതാർത്ഥത ഉണ്ടായിരിക്കാം. ഭരണഘടനയിൽ ആമുഖത്തിൽ ഏറ്റവും പവിത്രങ്ങളായ പദങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. 3 ആദർശങ്ങൾ ലോകത്തിലെ മഹാവിപ്ലവങ്ങളുടെ ആദർശങ്ങളാണ്: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇന്ത്യയിൽ ഭരണഘടനയിൽ അതിൻ്റെ മുമ്പിൽ മറ്റൊരു വാക്ക് വെച്ചു: നീതി, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ഈ സ്വാതന്ത്ര്യം സമത്വത്തെ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യത്തിന്റെ വില അവസാനിക്കാത്ത ജാഗരൂകത, അവസാനിക്കാത്ത ജാഗരൂകത, അവസാനിക്കാത്ത ജാഗരൂകത. എനിക്ക് ഈ മരണം ഏതോ നിയമത്തിൻ്റെ ഒരു ലംഘനമായിട്ട് തോന്നുകയാണ്. തത്വമസി, അത് നീ തന്നെയാണ്.